രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. അതെങ്ങനെ എളുപ്പത്തിൽ ടേസ്റ്റിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 7 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അവ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 1-2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവയൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാവും. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് എപ്പോഴും തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇവയുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.